നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി മുതൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അരങ്ങേറുക. ഇതുവരെ ഉണ്ടായ ആ ഒരു ഫോർമാറ്റിൽ നിന്നും കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ ഫിഫ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇനി മുതൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നാണ് അറിയപ്പെടുക. അതേസമയം പുതിയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആകെ 32 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത വർഷം മധ്യത്തിൽ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഡിസംബർ മാസമാണ് അരങ്ങേറുക. 2025 ജൂൺ 15-ാം തീയതി ആരംഭിച്ച് ജൂലൈ 13-ാം തീയതിയാണ് ഈ ഒരു കോമ്പറ്റീഷൻ അവസാനിക്കുക. ഈ കോമ്പറ്റീഷന് വേണ്ടിയുള്ള പുതിയ ട്രോഫി ഇപ്പോൾ ഫിഫ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ അവരിപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗോളാകൃതിയിലുള്ള ഒരു ട്രോഫിയാണ് ഫിഫ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫുട്ബോളിൻ്റെ സമ്പന്നമായ ചരിത്രം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഫിഫ അവകാശപ്പെടുന്നത്. പ്രമുഖ ജുവലറി നിർമ്മാതാക്കളായ ടിഫാനിയുമായി കൈകോർത്തുകൊണ്ടാണ് ഈ ട്രോഫി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഫിനിഷാണ് ഈ ഒരു ട്രോഫിയിൽ ഉള്ളത്. ലോകത്തിൻ്റെ ഭൂപടം അഥവാ വേൾഡ് മാപ്പ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫിഫയുടെ അംഗങ്ങളായ 211 അസോസിയേഷനുകളുടെയും 6 കോൺഫെഡറേഷനുകളുടെയും പേരുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫുട്ബോൾ ട്രഡീഷനെ രേഖപ്പെടുത്തുന്ന ചില സിംബലുകൾ ഈ ഒരു ട്രോഫിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേഡിയങ്ങളുടെ സിംബലും അതിനകത്തുണ്ട്. 13 ഭാഷകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ബ്രെയിലി ലിപിയും അതിലുണ്ട്. ട്രോഫിക്ക് പവർഫുൾ വിഷ്വൽ സ്ട്രക്ചറാണ് എന്നാണ് ഫിഫ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഏതായാലും ഈ ഒരു പുതിയ ട്രോഫി ആദ്യമായി കൈക്കലാക്കാനുള്ള ഭാഗ്യം ഏത് ക്ലബിനായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്ക് എന്നിവരൊക്കെ തന്നെയും ഈ ഒരു കോമ്പറ്റീഷന് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.